ഒരു ഇൻട്രോയും ആവശ്യമില്ലാത്ത എൻ്റെ നിങ്ങളുടെ നമ്മുടെ പ്രിയപ്പെട്ട ലാലേട്ടൻ. ലാലേട്ട, ഹാപ്പി ഓണം. ഹാപ്പി ഓണം. നമസ്കാരം. ലാലേട്ട, ഓണം വരുമ്പോൾ പൊതുവെ മലയാളികൾ നോക്കാറ് ലാലേട്ടൻ്റെ സിനിമയുണ്ടോ എന്നുള്ളതാണ്. ഇത്തവണയും പ്രതീക്ഷ തെറ്റിയില്ല. മലയാളികൾക്ക് ഓണവിരുന്നായിട്ട് ഹൃദയപൂർവ്വം വരുവാണ്. ഹൃദയപൂർവ്വത്തിന് ഹൃദയത്തിലേറ്റാൻ ഞങ്ങൾ റെഡിയാണ്. ഒരു നൊസ്റ്റാൾജിയ കൂടി ഉണ്ടല്ലേ ലാലേട്ട? സത്യൻ അന്തിക്കാട്, മോഹൻലാൽ, എവർഗ്രീൻ കോംബോ അല്ലേ ലാലേട്ട? നൊസ്റ്റാൾജിയ അല്ല, പക്ഷേ ഇതിൽ ഹൃദയപൂർവ്വത്തിൽ സാധാരണ ഞാനും സത്യേട്ടനൊക്കെയുള്ള സിനിമകളിലുള്ള ഒരുപാട് പേരില്ല. കാര്യം അവരൊക്കെ നമ്മളെ വിട്ടു പോയി. അതുകൊണ്ട് തന്നെ നമുക്ക് അത്തരത്തിലുള്ള സിനിമയെപ്പറ്റി ചിന്തിക്കാൻ പ്രയാസമാണ്. ഇതിലും കൂടുതൽ പുതിയ ആൾക്കാരാണ്. ഞാനിപ്പം ഇവിടെ നിന്ന് ഇതിൻ്റെ പേരുകൾ വായിക്കുകയായിരുന്നു. ഇതിൽ മ്യൂസിക് ആയാലും ക്യാമറ ആയാലും നമ്മുടെ കൊളീഗ്സ്, കോസ്റ്റാർസ് ഒക്കെ പുതിയ ആൾക്കാരാണ്. അപ്പോൾ അതിൻ്റെ കഥ പുതിയതാണ്. പക്ഷേ മലയാള സിനിമയിൽ അങ്ങനെ ഒരു കഥ വന്നിട്ടുണ്ടാവില്ല. അപ്പോൾ എല്ലാം പുതിയ കാര്യങ്ങളാണ് ഞാനും സത്യേട്ടനുമായിട്ട് ചെയ്യുന്നത്. ഞങ്ങളുടെ ഏതാണ്ട് 20ാമത്തെ സിനിമയാണ്. 40 വർഷത്തെ ബന്ധമാണ്. അപ്പോൾ വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള, സാധാരണ സത്യൻ അന്തിക്കാടെന്ന് പറയുമ്പോൾ പെട്ടെന്ന് ഒരാൾക്ക് തോന്നാവുന്ന ഒരു സിനിമയാണല്ലോ. ഒരു നാട്ടുംപുറം, സൈക്കിള്, കാര്യങ്ങൾ, അങ്ങനത്തെ ഇമോഷൻസ് ഇതൊക്കെ മാറിയിട്ട് ഇത് കേരളത്തിന് പുറത്താണ് ഷൂട്ട് ചെയ്യുന്നത്. ഒരുപാട് സീനുകൾ പൂനെയിലാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. നമ്മൾ കാണാത്ത ഒരു സ്ഥലം, ഒരു കഥാപാത്രങ്ങൾ, അതിൻ്റെ ഇമോഷൻസ് വളരെ ഡിഫറെൻ്റായിട്ടുള്ള ഒരു പ്രമേയമാണ്. തീർച്ചയായിട്ടും ഓണത്തിന് കുടുംബ സമേതം പോയി കാണാവുന്ന ഒരു സിനിമ തന്നെയാണ്. അല്ലെങ്കിലും സത്യൻ അന്തിക്കാടിൻ്റെ സിനിമകൾ അത്തരത്തിലുള്ള സിനിമകളാണ്. ഇതിന് കുറേ കൂടെ പ്രത്യേകതകൾ ഉണ്ടാകാൻ സാധ്യതയുള്ള സിനിമയാണ്. ഇനി നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഇനി ആൾക്കാർ കാണണം, അവർക്ക് ഇഷ്ടമാകണം, അങ്ങനെ അതൊരു സക്സസ്സിലേക്ക് പോകണം. അതിൻ്റെ ഒരു പോസിബിലിറ്റി ഉണ്ടെന്ന് ഞങ്ങൾക്ക് തോന്നിയിട്ടാണ് ഞങ്ങൾ ഈ സിനിമ ചെയ്തിരിക്കുന്നത്. അങ്ങനെ സംഭവിക്കട്ടെ. ഹൃദയപൂർവ്വം ആൾക്കാർ അതിനെ സ്വീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. തീർച്ചയായും. ലാലേട്ട, ഇപ്പോൾ കഴിഞ്ഞ ദിവസം സത്യൻ സാർ ഒരു രഹസ്യം വെളിപ്പെടുത്തിയിരുന്നു. ഹൃദയപൂർവ്വം എന്നുള്ള പേര് ഇട്ടത് ലാലേട്ടനാണെന്ന്. അതെന്താ ലാലേട്ട ഹൃദയപൂർവ്വം എന്നൊരു പേര് മനസ്സിലോട്ട് വരാൻ കാരണം? ആ സിനിമയുടെ കഥയായിട്ട് അത് വളരെയധികം ബന്ധമുണ്ട്. അപ്പോൾ അതെന്താണെന്ന് പറഞ്ഞാൽ അതിൻ്റെ ആ സസ്പെൻസ് പോകും. ലാലേട്ടൻ്റെ ഹൃദയത്തിൽ നിന്ന് വന്ന പേരാണോ ഹൃദയപൂർവ്വം? ആ സിനിമയായിട്ട് വളരെയധികം കണക്റ്റഡാണ് ആ സിനിമയുടെ പേര്. അപ്പോൾ ആ സിനിമ കാണുമ്പോൾ ഒരുപക്ഷെ ഇങ്ങനൊരു ടൈറ്റിൽ ഇതിനിടാൻ പാടുള്ളൂ എന്ന് തോന്നും. അത് ആ സിനിമയുടെ ഒരു ഗതി അനുസരിച്ചിരിക്കും. എനിക്ക് തോന്നുന്ന കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഒരു കഥ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, നമ്മൾ അങ്ങനെ ഒരു പ്രോഗ്രാമിലും കൂടെ ഇരിക്കുമ്പം അതിൽ ഹൃദയപൂർവ്വം എന്നുള്ള ഒരു കാര്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇതാണ് എനിക്ക് മനസ്സിൽ വന്നൊരു പേരെന്ന്. സത്യൻ അന്തിക്കാടിൻ്റെ സാധാരണ സിനിമ കഴിഞ്ഞ് കുറേ നാൾ കഴിഞ്ഞിട്ട് അതിൻ്റെ ടൈറ്റിൽ വെളിയിൽ എഴുതുള്ളൂ. പക്ഷേ ഇത് ആദ്യമേ എഴുതി. അപ്പോൾ പിന്നെ എൻ്റെ അടുത്ത് എഴുതാമോ എന്ന് ചോദിച്ചിട്ട് ഞാനാണിത് എഴുതിയിരിക്കുന്നത്. എൻ്റെ ഹാൻഡ് റൈറ്റിംഗ് ആണത്. ലാലേട്ടൻ്റെ അക്ഷരമാണ്. അതെ. ഇപ്പം ലാലേട്ടൻ തന്നെ പറഞ്ഞു 20ാമത്തെ സിനിമയാണെന്ന്. അപ്പം ഈ ഹൃദയപൂർവ്വം മറ്റ് 19 സത്യൻ അന്തിക്കാട്, മോഹൻലാൽ കോംബോയിലുള്ള മറ്റ് 19 സിനിമകളിൽ നിന്ന് എന്തോ ഒരു വ്യത്യസ്തത ഞാൻ ചോദിച്ചാൽ ലാലേട്ടൻ എന്ത് ഉത്തരം പറയും? ഞാൻ പറഞ്ഞല്ലോ, അതിൻ്റെ പ്രമേയം, അത് ഷൂട്ട് ചെയ്തിരിക്കുന്ന രീതി, അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിരിക്കുന്ന ആൾക്കാർ. കാര്യം സത്യേൻ്റെ സാധാരണ സിനിമകളിൽ നമുക്ക് ഒരുപാട്, ഇപ്പോൾ പെട്ടെന്ന് പറയുകയാണെങ്കിൽ KPC ലളിത ചേച്ചി, അല്ലെങ്കിൽ ഒടുവിൽ ഉണ്ണികൃഷ്ണൻ, ശങ്കരാടി സാറ്, നെടുമുടി വേണു, അങ്ങനെ ഒരുപാട് പെട്ടെന്ന് നമുക്ക് റിലേറ്റ് ചെയ്യാവുന്ന ഒരുപാട് കഥാപാത്രങ്ങൾ സത്യേൻ്റെ സിനിമയിലുണ്ടാവും. ഇപ്പോൾ പ്രിയദർശൻ്റെ സിനിമയിലൊക്കെ. പക്ഷെ ഇപ്പോൾ അവരാരും ഇല്ലാത്തത് കൊണ്ട് തന്നെ അതിനൊരു വേറൊരു പ്രമേയത്തിലേക്ക് പോകേണ്ടി വരും. കാര്യം ഇപ്പം നമ്മളൊരു സീൻ ചെയ്യുമ്പോൾ നമ്മൾ തന്നെ ആലോചിക്കും, ഇത് അദ്ദേഹം ഉണ്ടായിരുന്നെങ്കിൽ പുള്ളി ചെയ്യേണ്ട ഒരു സീനാണല്ലോ. അപ്പോൾ അതിൽ നിന്നൊക്കെ മാറി ചിന്തിക്കുകയും പ്രമേയപരമായിട്ടും അതിൻ്റെ പ്രസൻറ്റ് ചെയ്തിരിക്കുന്നൊക്കെ രീതി വേറെ തരത്തിലാണ്. കാരണം സത്യേട്ടൻ്റെ സിനിമകൾക്കുള്ള ഒരുപാട് കാര്യങ്ങൾ ഇതിലില്ല, പക്ഷെ ഒരുപാട് പുതിയ കാര്യങ്ങൾ ഇതിലുണ്ട്. ഈ തലമുറകളുടെ ഒരു സംഗമം കൂടിയുണ്ട്. സത്യൻ സാറിൻ്റെ മക്കളടക്കം ഇതിലുണ്ട്. അതിൽ പുതിയതായിട്ട് അവൻ്റെ കൂടെ അഭിനയിച്ചിരിക്കുന്ന ആൾക്കാരൊക്കെ പുതിയ ആൾക്കാരാണ്. പുതിയത് പഴയതെന്നുള്ളതിലാണ് പറയുന്നത്. വളരെ കുറച്ച് കാലമായിട്ട് സിനിമയിൽ വന്ന ആൾക്കാരാണ്. അപ്പോൾ അവർക്കും വളരെ നല്ല റോളുകളാണ് കിട്ടിയിരിക്കുന്നത്. അവരത് ഭംഗിയായിട്ട് ചെയ്തു. അപ്പോൾ അതൊക്കെ തന്നെയാണ് അതിൻ്റെ പുതുമ. തീർച്ചയായും. ലാലേട്ട, നമ്മൾ ഓണവിശേഷത്തിലേക്ക് വന്നാലേ, ഇപ്പം എല്ലാവരെ സംബന്ധിച്ചും കുടുംബത്തിനൊപ്പം ഓണം ആഘോഷിക്കണമെന്നായിരിക്കും നമ്മൾ സാധാരണക്കാരെ എല്ലാവർക്കും, ലാലേട്ടനും ഒക്കെ ആഗ്രഹം ഉണ്ടാവുക. അപ്പം ലാലേട്ടന് അമ്മയ്ക്കൊപ്പം ഓണം ആഘോഷിച്ച ഏറ്റവും സുന്ദരമായ വലിയ മറക്കാൻ പറ്റുന്നൊരു മനോഹരമായ ഓണക്കാലം അത് ഏതായിരുന്നു ലാലേട്ട? അങ്ങനെയല്ല, അമ്മയായിട്ടുള്ള എല്ലാ ഓണക്കാലവും നല്ലതാണ്. നമ്മൾ അങ്ങനത്തെ ഒരു സൊസൈറ്റിയിലല്ലേ, അല്ലെങ്കിൽ അങ്ങനെ ഒരു കുടുംബ അവസ്ഥയിലല്ലേ വളർന്നത്. അതുകൊണ്ടാണ് നമ്മളതിനെ കൂടുതൽ ഇഷ്ടപ്പെടുന്നത്. കാര്യം അതൊരു റിച്വൽ പോലെയായി. ഓണത്തിന് എല്ലാവർക്കും അവധി കിട്ടും,
നാട്ടിലെത്തും. അതൊരു എല്ലാവർക്കും ഭാഗമായിട്ട്. അവധി പക്ഷെ കിട്ടും. അതെല്ലാം ലാലേട്ടന് മാറി. അവധി കിട്ടുവോ? ഏ ലാലേട്ടന് അവധി കിട്ടാറുണ്ടോ? എനിക്ക് കിട്ടാൻ ഞാൻ എപ്പോഴായാലും ഓണത്തിന് അമ്മയുടെ അടുത്ത് പോകാറുണ്ടായിരുന്നു. പക്ഷേ ഇപ്രാവശ്യം ഞാൻ ഉണ്ടാവില്ല, ഞാൻ പുറത്താണ്. ഞാൻ US പോകും. അല്ലെങ്കിലും അപ്പോൾ എൻ്റെ അമ്മയ്ക്ക് സുഖമില്ല. പക്ഷെ എന്നാലും അമ്മയുടെ കൂടെ പോയിരുന്ന് ഊണ് കഴിക്കുക എന്ന് പറയുന്നത് നല്ല കാര്യമാണ്. പക്ഷെ അതിപ്പോൾ അല്ലെങ്കിലും എല്ലാ ദിവസവും അമ്മയുടെ കൂടെ ഇരുന്ന് കഴിക്കുന്നത് ഒരു ഓണത്തിന് കഴിക്കുന്ന പോലെ തന്നെയാണ്. അപ്പം പല സ്ഥലങ്ങളിലാണ് എൻ്റെ ഫാമിലി, എൻ്റെ മകൾ വേറെ സ്ഥലത്താണ്. അപ്പോൾ അതുകൊണ്ട് അത്തരം കാര്യങ്ങളിലേക്കൊക്കെ പോയി. അതൊക്കെ നമ്മൾക്ക് നഷ്ടപ്പെട്ടു പോവുകയാണ്. അതല്ലാതെ നമുക്ക് ഒത്തുചേരാം. ഈ ഓണത്തിനെന്ന് പറയുന്ന പണ്ട് ആ സമയത്ത് ഒരുപാട് പേർക്ക് ലീവ് കിട്ടുന്ന സമയമാണ്, സ്കൂൾ അടയ്ക്കുന്ന സമയമാണ്. പല സ്ഥലത്ത് അവർ അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് അവർ കാത്തിരിക്കും. ആ സമയമാകുമ്പോൾ എനിക്ക് ലീവ് കിട്ടണം, നാട്ടിൽ വരണം, ബാക്കി റിലേറ്റീവ്സിനെയൊക്കെ കാണണം. ആ സിസ്റ്റമൊക്കെ പതുക്കെ മാറി. അതിനുള്ള സൗകര്യങ്ങളൊക്കെ ആൾക്കാർക്ക് കുറഞ്ഞു തുടങ്ങി. അതിൻ്റെ ഭാഗമായിട്ട് എനിക്കും അത് റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് സങ്കടപ്പെട്ടിട്ട് കാര്യമില്ല. ഉള്ളത് കൊണ്ട് ഓണം ആഘോഷിക്കുക എന്നുള്ളതാണ്. ലാലേട്ടാ, ഇപ്പം കഴിഞ്ഞ കുറച്ച് ദിവസം മുൻപ് ലാലേട്ടനെ സ്നേഹിക്കുന്ന ആളുകൾ വലിയ രീതിയിൽ സന്തോഷത്തോടെ കൂടി കേട്ടൊരു വാർത്തയുണ്ട്. മകള് വിസ്മയ സിനിമയിലോട്ട് വരുന്നു. ജൂഡ് ആന്റണി സംവിധാനം ചെയ്യുന്ന തുടക്കം, വിസ്മയുടെ തുടക്കം പോലെ തന്നെ പേരും അങ്ങനെ തന്നെയാണ്, തുടക്കം എന്നുള്ള സിനിമയിൽ വരുവാണ്. എനിക്ക് തോന്നുന്നു SP പോസ്റ്റിലല്ലാതെ ലാലേട്ടൻ അതിനെക്കുറിച്ച് പറഞ്ഞ് ഞങ്ങൾ കേട്ടിട്ടില്ല. എല്ലാവർക്കും നമ്മുടെ പ്രേക്ഷകർക്ക് ആഗ്രഹം ഉണ്ടാവും വിസ്മയുടെ തുടക്കത്തെ പറ്റി ലാലേട്ടൻ പറയുന്നത് കേൾക്കാൻ. ഇല്ല, അവർക്കൊരു സിനിമയിൽ അഭിനയിക്കണം എന്നൊരാഗ്രഹം പറഞ്ഞു. അവർ സ്കൂളിലും ഒക്കെ ആക്ട് ചെയ്യുന്നൊരു കുട്ടിയാണ്. അവർ ആക്ടിങ് കോഴ്സുകൾ ചെയ്തിട്ടുണ്ട്, അവർ ഡാൻസ് കോഴ്സുകൾ ചെയ്തിട്ടുണ്ട്, പെയിൻറ്റിങ് കോഴ്സ്, ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നൊരു കുട്ടിയാണ്. അപ്പോൾ ഒരു മാർഷൽ ആർട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പം. ഷീൻഡു തായ്ച്ചി എന്ന് പറയുന്ന ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നൊരു കുട്ടിയാണ്. അപ്പോൾ എൻ്റെ അടുത്ത് ഇങ്ങനെ ഞാൻ ആ കുട്ടിക്ക് ഒരു സിനിമയിൽ അഭിനയിക്കാൻ ഒരു താല്പര്യം പ്രകടിപ്പിച്ചു. അത് കണ്ടിന്യൂസ് ആയിട്ടൊന്നുമല്ല, ഐ വോണ്ട് ടു ആക്ട് ഇൻ വൺ ഫിലിം. ഒരു പക്ഷേ പ്രണവ് അഭിനയിച്ച കണ്ടുകൊണ്ടായിരിക്കാം ഇപ്പോൾ എനിക്കൊരു സമയമായി ഐ ആം പ്രിപ്പയർഡ് എന്ന് പറഞ്ഞപ്പോൾ ജൂഡ് ആൻ്റണി ജൂഡിൻ്റെ ഒരു കഥ ഇവർക്ക് വളരെ ആപ്റ്റായിട്ട് തോന്നി. അതും ഒരു മാർഷൽ ആർട്ടുമായിട്ട് ബന്ധപ്പെട്ട ഒരു കഥയാണ്. അപ്പോൾ ആ കഥ ആ കുട്ടിയോട് പറയുകയും ഞങ്ങൾ കേൾക്കുകയും ചെയ്തപ്പോൾ അതിന് ചെയ്യാമെന്നുള്ളൊരു തയ്യാറെടുപ്പുണ്ടായി. അതാണ്, അല്ലാതെ ആ സിനിമ ഇനി ഉണ്ടാകണം, അത് അഭിനയിക്കണം, ആ സിനിമ റിലീസാകണം, അതൊരു പ്രോസസ്സാണ്. പ്രണവും അങ്ങനെയായിരുന്നു. പ്രണവും ആദി എന്നുള്ള ഫിലിം, അയാളും സ്കൂളിലെ ബെസ്റ്റ് ആക്ടറൊക്കെ ആയിരുന്നു. പക്ഷേ സിനിമയോട് അത്യാവശ്യം പ്രതിപത്തിയൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഒരു ഘട്ടം വന്നപ്പോൾ ഒരു സിനിമയിൽ അഭിനയിക്കാം എന്ന് പറഞ്ഞു. അത് ഇപ്പോൾ ഒരു ആക്ടറുടെ മകൻ അല്ലെങ്കിൽ മകൾ അഭിനയിക്കണം എന്നൊരു റൂളും ഇല്ല, അത് അവരുടെ ഇഷ്ടമാണ്. ആ ഇഷ്ടത്തിന് അവർ വന്നപ്പം എന്നോട് പറയുകയും ഞങ്ങളോട് പറയുകയും ചെയ്തപ്പം നമുക്കതിനുള്ളൊരു സംവിധാനമുണ്ട് അല്ലേ. ഞങ്ങൾക്ക് പ്രൊഡക്ഷൻ ഹൗസുണ്ട്, ഞങ്ങൾക്ക് പിന്നെ അതിലൊരു പാരഫെർനാലിയൊക്കെ ഉണ്ട്, അതിനുള്ള സൗകര്യങ്ങളുണ്ട്. അപ്പം നമ്മുടെ സൗകര്യത്തിൽ നിന്നുകൊണ്ട് തന്നെ അവർക്കൊരു സിനിമ ചെയ്ത് കൊടുക്കാൻ സാധിക്കുന്നൊരു സമയമാണ്. അപ്പോൾ അതുകൊണ്ടാണ് വിസ്മയ്ക്കൊരു സിനിമ കിട്ടിയത്. അല്ലാതെ നാളെ മോഹൻലാലിൻ്റെ മകളാണെന്ന് പറഞ്ഞിട്ട് സിനിമയൊന്നും കിട്ടില്ല. നമ്മൾ യു ഹാവ് ടു പ്രൂവ് യുവർ സെൽഫ്. അപ്പോൾ അവർക്ക് പറ്റുന്നൊരു കഥ കിട്ടി. അപ്പോൾ അത് ചെയ്താൽ നന്നായിട്ടുണ്ടാകും തോന്നിയിട്ട് ജൂഡുമായിട്ട് സംസാരിച്ചു. ജൂഡ് അവരുമായിട്ട് സംസാരിച്ചപ്പോൾ അവർ ചെയ്യാമെന്ന് പറഞ്ഞു. ഇപ്പോൾ ലാലേട്ട, എന്തായാലും എല്ലാ പാരൻസിനും നമ്മുടെ മക്കളൊരു പുതിയ മേഖലയിലോട്ട് കാലെടുത്ത് വയ്ക്കുമ്പോൾ അതിനൊരു ആകാംക്ഷ ഉണ്ടാവും. അപ്പോൾ ലാലേട്ടൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് എന്താണ്? അപ്പോൾ അതോടൊപ്പം തന്നെ വിസ്മയ ഭയങ്കര എക്സൈറ്റഡ് ആണോ ലാലേട്ടൻ? അവരുടെ കാര്യം എനിക്കറിയില്ല, അവർ എക്സൈറ്റഡ് ആയിരിക്കുമല്ലോ. അല്ലെങ്കിൽ പിന്നെ അവർക്ക് നമ്മളെ ഒരു ഫാമിലി എല്ലാം സിനിമയായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരാണ്. ഇപ്പോൾ എൻ്റെ ഫാദറിലോ അല്ലെങ്കിൽ എൻ്റെ വൈഫിൻ്റെ കുടുംബമൊക്കെ സിനിമയായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് അതിലുള്ള എക്സൈറ്റ്മെൻറ്റ് എനിക്കറിയില്ല. എനിക്ക് അങ്ങനെ ഒരു എക്സൈറ്റ്മെൻ്റ് ഒന്നുമല്ല. അതാ നന്നായിട്ട് ചെയ്താൽ അവർക്ക് കൊള്ളാം, അങ്ങനെയല്ലേ പറയാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഞാൻ വളരെയധികം ആഗ്രഹിക്കണം എൻ്റെ മകൻ ഒരു വലിയ ആക്ടറായി മാറണം എന്നൊന്നും ഞാൻ ആഗ്രഹിച്ചിട്ടില്ല. അല്ല എൻ്റെ മകൾ വലിയൊരു ആക്ടറാകണമെന്നൊന്നും ഞാൻ തന്നെ അങ്ങനെ എന്നെക്കുറിച്ച് തന്നെ ഞാൻ ആഗ്രഹിക്കുന്ന ഒരാളല്ല. അപ്പോൾ ദേ ഹാവ് ടു കം, ഇതൊരു ഹാർഡ് വർക്കിൻ്റെ ഒരു ഏരിയയാണ്, അത്ര ഈസി അല്ല അല്ലേ. നമ്മളൊരു പെർഫോമറായിട്ട് ഒരു കാര്യം ചെയ്ത് അത് ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ട് അവരുടെ മനസ്സിലേക്ക് എത്തുക എന്ന് പറയുന്നൊരു വലിയൊരു ട്രാവലാണ്. അതിലൊരുപാട് കാര്യങ്ങൾ കൂടിച്ചേരണം. അതിന് ഒരു പ്രത്യേക ഭാഗ്യം വേണം. ഭാഗ്യം എന്ന് പറയുന്ന ഒരു വാക്കല്ല, ഞാൻ നേരത്തെ പല പ്രാവശ്യം പറഞ്ഞ പോലെ അതിൻ്റെ അകത്തൊരു റെപ്രസെൻറ്റേഷൻ ഓഫ് എന്താ പറയണ്ടേ, ഒരു ഡിവിനിറ്റി ഉണ്ടാകണം. അപ്പോൾ അതൊക്കെ ഉണ്ടായി അതൊരു സക്സസ് ആയാൽ വളരെയധികം സന്തോഷം. അതായില്ലെങ്കിൽ അതിൽ സങ്കടപ്പെട്ടിട്ട് കാര്യമില്ല, അത് അവരുടെ കപ്പ് ഓഫ് ടീ അല്ലെന്നേ ഞാൻ വിചാരിക്കുള്ളൂ. അപ്പം നല്ലത് സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം.
ലാലേട്ടൻ, അപ്പോൾ കഴിഞ്ഞ ദിവസം ഈ അമ്മ സംഘടനയുടെ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് ലാലേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു. വന്ന സമയത്ത് ഈ മാധ്യമങ്ങൾ മൊത്തം ലാലേട്ടനെ ഒന്ന് വളഞ്ഞു. അപ്പോൾ ആ സമയത്ത് ലാലേട്ടൻ നിന്നൊരു നിൽപ്പുണ്ട്. അയ്യോ എനിക്കൊന്നും ഭയ നമ്മുടെ കണ്ണൊക്കെ പൊത്തി കാതൊക്കെ പൊത്തി. കണ്ണ് പൊത്തിയതല്ല, ആരെങ്കിലും മൈക്ക് കൊണ്ട് കണ്ണിലിടിക്കുമെന്ന് എഴുതിയിട്ട് നിന്നാണ്. പിന്നെ ഭയങ്കരമായിട്ട് വന്ന് പറയുമ്പോൾ എന്താണെന്ന് മനസ്സിലാവില്ല. അപ്പം നമുക്കൊരു സേഫ്റ്റി അല്ലേ കാര്യം. അവരുടെ ആ സമയത്ത് കഴിഞ്ഞ പ്രാവശ്യം എൻ്റെ കണ്ണിൻ്റെ അകത്ത് നന്നായിട്ട് ആ മൈക്ക് കൊണ്ടു. അത് കണ്ണിൻ്റെ അകത്ത് കൊള്ളുക എന്ന് പറഞ്ഞാൽ അത് കുറേ സമയം അത് ഞാൻ സഫർ ചെയ്യേണ്ടി വന്നു. അപ്പോൾ അത് വേണ്ടിയിട്ട് നിന്നാണ്, അല്ലാതെ നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്ത് നിന്നാണ്. അവിടെ അവരോട് സംസാരിക്കാൻ വേണ്ടിയിട്ടല്ലേ പോകുന്നത്. അപ്പോൾ അത് അവർക്ക് ആദ്യം അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും കിട്ടും. അപ്പം അതൊന്ന് സമാധാനിപ്പിക്കാൻ വേണ്ടി അങ്ങനെ നിന്നു. അതെ ഞാൻ ചോദിച്ചത്. പക്ഷെ ഞങ്ങളത് കണ്ടിരുന്ന് ഞങ്ങൾക്ക് തോന്നിയത് അയ്യോ എങ്ങനെയാണ് ഈ മനുഷ്യൻ ഇത്ര സിമ്പിളായിട്ട്, അല്ലെങ്കിൽ ഒരു സിമ്പിളല്ല, ഞാൻ എൻ്റെ കണ്ണുകളെയും ചെവിയൊക്കെ രക്ഷിച്ചാണ്. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞത് ഇങ്ങനെ ചുറ്റും ഇത്ര ആള് ചുറ്റും നിൽക്കുമ്പോൾ ഒരു ദേഷ്യം തോന്നാതെ ഇങ്ങനെ ക്ഷമയോടെ നമ്മളല്ലേ അങ്ങോട്ട് പോയി സംസാരിക്കുന്നത്. നമ്മളവിടെ സംസാരിക്കേണ്ട ഒരു സാഹചര്യത്തിൽ സംസാരിച്ചാൽ പോരെ. അപ്പോൾ അവരോട് പറഞ്ഞത് ഞാൻ പോയി വോട്ട് ചെയ്തു, എനിക്കന്ന് പോകണം, ഞാൻ ഹാവ് ടു എനിക്ക് മദ്രാസിലേക്ക് പോകണമായിരുന്നു. അപ്പോൾ അത് വോട്ട് ചെയ്തു. അത് ഞങ്ങളുടെ അവിടുത്തെ മെമ്പേഴ്സ് എല്ലാവരും കൂടെ തീരുമാനിച്ച ഒരു കാര്യമാണ്. വോട്ട് ചെയ്തില്ല, അതിലാരാണ് വരുന്നത് അവരതിൻ്റെ പോസ്റ്റുകളിലേക്ക് പോകും. ഇതൊരു നല്ല സംഘടനയാണ്. ഇത് ഒരുപാട് പുറത്തറിയാൻ പാടില്ലാത്ത ഒരുപാട് നല്ല കാര്യങ്ങൾ, നമ്മളെല്ലാ കാര്യങ്ങളും പറയാറില്ലല്ലോ. നമ്മുടെ ഒരു 565 പേർക്ക് വേണ്ടി ചെയ്യുന്നൊരു സംഘടനയാണ്. അപ്പോൾ അതിലേക്ക് പുതിയ പോസ്റ്റുകളിലേക്ക് ആൾക്കാർ വരട്ടെ. അതിപ്പോൾ സ്ത്രീ പുരുഷൻ ഒന്നുമില്ല, സ്ത്രീ വന്നാലും പുരുഷൻ വന്നാലും അവരെയൊക്കെ സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്കൊക്കെ പറ്റും. നമ്മൾ അവിടെ എല്ലാ ദിവസവും ഓഫീസിൽ പോയി ഇരിക്കണം എന്നൊന്നുമില്ല. അവരെ എന്തൊക്കെ രീതിയിൽ അവരുടെ ഡിസിഷൻ മേക്കിങ്ങിൽ നമ്മളാൽ കഴിയുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ നമുക്ക് ഒരു എക്സ്പീരിയൻസ് ഉണ്ടല്ലോ, അത് ഷെയർ ചെയ്യാം. ബാക്കിയുള്ള കാര്യങ്ങളുടെ ഡിസിഷൻസിലൊക്കെ നമ്മളും പാർട്ടിസിപ്പേറ്റ് ചെയ്യാം എന്ന് പറഞ്ഞിട്ടാണ് തിരിച്ചു വരുന്നത്. എന്തായാലും ആ പുതിയ സംഘടനയ്ക്ക് ഒരുപാട് മാറ്റങ്ങൾ വരുത്താൻ സാധിക്കുന്നു ലാലേട്ടൻ വിശ്വസിക്കുന്നുണ്ടോ? മാറ്റങ്ങൾ വരുത്താനല്ല, അത് മാറ്റങ്ങൾ ഉണ്ടാകട്ടെ. എന്നാൽ മനഃപൂർവ്വം ഇരുന്ന് മാറ്റം വരുത്താൻ ഒന്നും ആവശ്യമുള്ള കാര്യമല്ല. അത് ഒരു സിസ്റ്റമിൽ പോയിക്കൊണ്ടിരിക്കുന്ന കാര്യമാണ്. അതിൽ പുതിയ മാറ്റങ്ങൾ വരുത്താനൊന്നും എനിക്കറിയില്ല. അങ്ങനെ മാറ്റങ്ങൾ മനഃപൂർവ്വം വരുത്തുമ്പോഴാണല്ലോ കുഴപ്പങ്ങളുണ്ടാകുന്നത്. ഒരു കാര്യം മര്യാദയ്ക്ക് ഓടിക്കൊണ്ടിരിക്കുകയാണ്, അതിൽ പുതിയ പോസ്റ്റുകളിലേക്ക് ആൾക്കാർ വന്നു, ആ സിസ്റ്റമിൽ തന്നെ പോകാം. പിന്നെ ആ സിസ്റ്റത്തിനെ ഇനി എങ്ങനെ കൂടുതൽ നന്നാക്കുക എന്നുള്ളത് അവരുടെ കാഴ്ചപ്പാടുകളാണ്. അല്ലെങ്കിൽ ഈ നമ്മുടെ കൂടെയുള്ള മെമ്പേഴ്സ് പറയും ഞങ്ങൾക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ആവശ്യമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർക്ക് കൂടുതൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. അവർ ഡിഫറെൻ്റ് ആയിട്ടുള്ള പുതിയൊരു കമ്മിറ്റിയല്ലേ വന്നിരിക്കുന്നത്. അപ്പോൾ അവരായിട്ട് സംസാരിച്ച് നമ്മുടെ സംഘടനയ്ക്ക് എന്ന് പറയുന്നത് അത് ഒരു ചെറിയ സംഘടനയാണ്. അതല്ലാതെ നമ്മൾ സിനിമയിലായതുകൊണ്ട് എല്ലാവരുടെയും നോട്ടം അതിലേക്ക് വരുന്നു. അല്ലാതെ അവർ ഒരു പാവപ്പെട്ട സംഘടനയാണ്, അവരങ്ങനെ ജീവിച്ചു പോയിക്കോട്ടെ. ഓക്കെ ലാലേട്ടാ, ഇപ്പോൾ എൻ്റെ ചെറുപ്പത്തിൽ ഞാൻ ചെറുതായിരിക്കുന്ന സമയത്ത് പോലും ഇപ്പോൾ നമ്മുടെ വീട്ടിലെ നാട്ടിലെ ചുറ്റുവട്ടത്തെ ഒക്കെ സ്ത്രീകളുടെ പ്രണയം, അല്ലെങ്കിൽ അവരുടെയൊക്കെ ഒരു കാമുകൻ, അവരുടെയൊക്കെ ഒരു ഭർത്തൃസങ്കല്പം, ഒരു പുരുഷ സങ്കല്പം ഒക്കെ ലാലേട്ടനാണ്. ഞാനിപ്പോൾ വലുതായി, എനിക്കിപ്പോൾ 38 വയസ്സായി, പക്ഷെ ഇപ്പോഴും അതിനൊരു മാറ്റമില്ല. എന്താണ് ലാലേട്ടൻ ഈ സ്ത്രീകൾക്ക് ലാലേട്ടനോട് ഇത്ര ഒരു താല്പര്യം, അവരുടെയൊക്കെ മനസ്സിലൊരു ഭർത്തൃസങ്കല്പം ആവാൻ അതൊരു മാറ്റം വരാത്ത? എൻ്റെ ആൻസർ എന്നാൽ പ്രണയത്തിന് അങ്ങനെ പ്രായമൊന്നുമില്ല, അത് പ്രണയം വയസ്സാകുന്നില്ലല്ലോ. അല്ല, അവരിപ്പോഴും സിനിമകൾ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ, അതുകൊണ്ട് തന്നെ ആയിരിക്കാം. അല്ല, അതിന് പ്രണയം എന്നൊക്കെ പറയുന്നത് വലിയ ഒരു സ്നേഹമല്ല. പ്രണയം എന്ന് പറയുന്നത് അതിനേക്കാളും കുറച്ചുകൂടെ കാര്യമാണ് അല്ലേ. നമുക്കൊരാളെ ഇഷ്ടമാകുന്നു അല്ലേ, ആ കഥാപാത്രങ്ങളിലൂടെ, അല്ലാതെ എന്നെ പേഴ്സണലായിട്ടല്ലല്ലോ ഇഷ്ടം. ഞാൻ ചെയ്ത കഥാപാത്രങ്ങളിലൂടെയാണ്, ആ കഥാപാത്രങ്ങളെയാണ് അവർക്കിഷ്ടം. അത് മാറുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ആ വേറെ സിനിമകൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ. അപ്പം അതിൽ നിന്ന് മാറി പിന്നെ പഴയ സിനിമകളൊക്കെ പണ്ട് തിയേറ്ററിൽ തന്നെ പോയി സിനിമകൾ കാണുമായിരുന്നു. ഇപ്പം അങ്ങനെയല്ലല്ലോ, ടെലിവിഷനിൽ കാണാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് പിന്നെ ഫോണിൽ കാണാം, അല്ലെങ്കിൽ റീലുകൾ എപ്പോഴും പഴയ. അപ്പോൾ ആ നൊസ്റ്റാൾജിയ ഉണർത്തിക്കൊണ്ടിരിക്കുക, അത് ടിക്കിൾ ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ടായിരിക്കാം. പിന്നെ ഒരാളെ പ്രണയിക്കപ്പെടുക എന്ന് പറയുന്ന ഭാഗ്യമല്ലേ. അപ്പോൾ നമ്മൾ ചെയ്ത കഥാപാത്രങ്ങളിലൂടെ അവർക്കത് ഇഷ്ടമായി ഇപ്പോഴും അതിനെ കൊണ്ടുപോകുക എന്ന് പറയുന്ന ഒരു ഭാഗ്യമായിട്ട് ഞാൻ കാണുന്നു. തീർച്ചയായും. ലാലേട്ടൻ, ഇപ്പോൾ കഴിഞ്ഞ ദിവസം ലാലേട്ടൻ ഒരു പരസ്യത്തിൽ അഭിനയിച്ചു. ഇത്ര കാലം മലയാളി കണ്ട പൗരുഷത്തിൻ്റെ അങ്ങേ അറ്റത്ത് നിൽക്കുന്ന ലാലേട്ടനെ, അല്ലെങ്കിൽ മോഹൻലാലിനെ അല്ല അവിടെ ഞങ്ങൾ കണ്ടത്. സ്ത്രൈണതയുള്ള ഭാവമുള്ള ഒരു പുതിയ മനുഷ്യനെയാണ് കണ്ടത്. എനിക്ക് അത് കണ്ട സമയത്ത് തോന്നിയത് ലാലേട്ടൻ നല്ല രീതിയിൽ ആസ്വദിച്ച് ചെയ്തു എന്നാണ് എനിക്ക് തോന്നിയത്. ലാലേട്ടന് തോന്നിയായിരുന്നു ഇത്രയും കാലം മലയാളി എന്നെ കണ്ടത് ഇങ്ങനെയാണ്, അപ്പം ഇനി അത് പ്രേക്ഷകർ ഏറ്റെടുക്കുമോ, അവർക്ക് എപ്പോഴെങ്കിലും ഒരു സംശയം തോന്നിയായിരുന്നോ ഇങ്ങനെ ഒരു സംശയം ഉണ്ടെങ്കിൽ അത് പോയി ചെയ്യാൻ പറ്റില്ലല്ലോ. അത് എലിമെൻ്റ് ഓഫ് ഡൗട്ട് ഉണ്ടാവും. അത് മോർ ഓഫ് ഒരു ഡയറക്ടേഴ്സ് ചോയ്സാണ്. പക്ഷേ വെരി തിൻ ലൈൻ എന്ന് പറയും. അത് ചെയ്ത് മോശമാണെങ്കിൽ ആ അഡ്വർടൈസ്മെൻറ്റ് നമ്മൾ ഇറക്കില്ലായിരുന്നു.
അപ്പോൾ ആ കോൺസെപ്റ്റ് വളരെ ഡിഫറെൻ്റ് ആണ്. അതിപ്പോൾ നമ്മൾ ആദ്യത്തെ ഷോട്ടിൽ തന്നെ ഒരു ലേഡിയും കൂടെ കാണിച്ചിട്ടാണ് നമ്മൾ തുടങ്ങിയിരിക്കുന്നത്. ആ കണ്ണാടിയിലെ ഒരു പാട്ട് എല്ലാവരുടെ മനസ്സിലൊരു സ്ത്രീത്വം എന്ന് പറയുന്നതാണ്, ഫെമിനിറ്റി എന്ന് പറയുന്നതാണ് ഒരു എന്താ പറയേണ്ട ഒരു ലോക ആരംഭം മുതലുള്ള കാര്യമല്ലേ. അപ്പോൾ എല്ലാ മനുഷ്യരിലും എല്ലാ രണ്ട് ആനിമൽസാണ്, രണ്ട് പിന്നെ ആണും പെണ്ണെന്നുള്ള എല്ലാത്തിലും ഉണ്ടല്ലോ. അപ്പോൾ മനുഷ്യരിൽ അത് കൂടുതൽ ചിന്തിക്കാനും അതിന് ഒരുപാട് വികാസം പ്രാപിച്ചു. എല്ലാവരിലും ലേഡി ഉണ്ട്. ഞാൻ തന്നെ ഒരു ആഭരണം ഇട്ട് കഴിഞ്ഞാൽ കണ്ണാടിയിൽ പോയി നോക്കും. നിങ്ങളിട്ടാൽ നോക്കില്ലേ? ഒരു ഷർട്ട് ഇട്ടാൽ നമ്മൾ പോയി നോക്കില്ലേ? എല്ലാവരും ഒരു മിറർ കണ്ടാൽ നമ്മളെ എങ്ങനെ ഉണ്ടെന്ന് അറിയാൻ. അപ്പോൾ ഇത് ഒരു അഡ്വർടൈസ്മെൻറ്റിന് ഏറ്റവും പുതിയ രീതിയിൽ ചെയ്യാം. എങ്ങനെ ചെയ്യാം, അത് കൂടുതൽ ആ ബ്രാൻഡിനെ എങ്ങനെ ആളിലേക്ക് കൊണ്ടുപോകുക എന്ന് പറയുന്ന ഒരു കാര്യം അദ്ദേഹം സംസാരിച്ചപ്പോൾ എനിക്കത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. അത് തീർച്ചയായിട്ടും പ്രകാശ് വർമ്മയുടെ ബ്രില്യൻസ് തന്നെയാണ് ആ സ്ക്രിപ്റ്റിംഗ്. പിന്നെ അത് പ്രസൻറ്റ് ചെയ്യുക എന്നുള്ളത് നമ്മുടെ കാര്യമാണ്. അപ്പോൾ എങ്ങനെയാണ്, അപ്പം നമുക്ക് പണ്ട് സ്വാതി തിരുനാളിൻ്റെ ഒരു സുന്ദരൻ മറ്റേ അലിവേണി എന്നുള്ളൊരു പാട്ടിനെ കുറിച്ച് ഓർമ്മ വന്നു. അപ്പോൾ അത് നമുക്ക് ചെയ്ത് നോക്കിയപ്പോൾ അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വരാൻ സാധ്യതയുള്ള ഒരു ആഡാണെന്ന് തോന്നി. പിന്നെ അതൊരു പെർഫോമൻസ് അല്ലേ. പിന്നെ അതിന് മുമ്പ് ഞാൻ ഇത്തരം സ്ത്രീ ഇപ്പോൾ വാനപ്രസ്ഥത്തിൽ ഞാൻ പൂതന ആയിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ വേറെ സിനിമകളിൽ ഇപ്പം കമലദളത്തിലൊക്കെ ലാസ്യം എന്ന് പറഞ്ഞാൽ ഒരുപാട് അതിൽ പല ഭാവങ്ങളിലുള്ള നൃത്തരംഗങ്ങൾ ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. പിന്നെ നമ്മുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ നമ്മൾ അഭിനയിക്കുന്നതിലെല്ലാം സ്ത്രീ എന്ന് പറയുന്നതുണ്ട്. നമ്മുടെ ഇമോഷൻസിലുണ്ട്, നമ്മുടെ ആക്ടിങ്ങിലുണ്ട്, എൻ്റെ പ്രൊഫഷനിലുണ്ട്, എല്ലാവരിലും സ്ത്രീയും പുരുഷനും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിനെ പ്രസൻറ്റ് ചെയ്യാൻ സാധിച്ചു. അത് അക്സെപ്റ്റ് ചെയ്യുമെന്ന് പറയുന്നതൊരു വലിയൊരു ഗിഫ്റ്റായിട്ട് ഞാൻ വിചാരിക്കുന്നു ഈശ്വരൻ്റെ. ലാലേട്ടൻ ഇപ്പം സംസാരിച്ചു തുടങ്ങുന്ന കുട്ടി മുതൽ നല്ല പ്രായമുള്ള ഒരു അപ്പാപ്പൻ പോലും ലാലേട്ടനെ വിളിക്കുന്നത് ഏട്ട അല്ലെങ്കിൽ ഏട്ടനാണ്, ലാലേട്ടനാണ്. അപ്പം ലാലേട്ടൻ എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ ഇവരൊക്കെ എന്തിനാ ഇത്രയും പ്രായമുള്ള മനുഷ്യന്മാരെന്ന് എന്നെ ചേട്ടാന്ന് വിളിക്കുന്നത്? അല്ലെങ്കിൽ ആ ഒരു ഏട്ട വിളിനെ എങ്ങനെയാണ് ലാലേട്ടൻ കാണുന്നത്? ആ ഒരു ഫീലിംഗ് എന്താണ് ലാലേട്ടൻ്റെ? അതെൻ്റെ പേരായി മാറി. അതെ, അത് ഒരു സിനിമയിലൂടെയാണ്. സർവകലാശാല എന്നുള്ളതിലാണ് ലാലേട്ട എന്നുള്ളൊരു പേരോ അല്ലെങ്കിൽ ആ സമയം മുതലാണ് ആരോ വിളിച്ചു, വേറെ ആൾ വിളിച്ചു. ദാസേട്ടനെ ഇപ്പം അങ്ങനെ പണ്ട് പിള്ളേരും വിളിച്ചുകൊണ്ടിരുന്ന വയസ്സായ ആൾക്കാരും ദാസേട്ടൻ, യേശുദാസ് എന്നൊക്കെ പറയുന്നത് വളരെ അപൂർവമായിട്ടാണ്. അപ്പോൾ എന്നെ എത്രയോ പ്രായമുള്ളവരല്ല ലാലേട്ട എന്നെ നിങ്ങളെക്കാളിലും മൂത്ത ആളാണ് ഞാൻ, പക്ഷേ ഞാൻ ലാലേട്ട എന്ന് വിളിക്കുന്നു എന്ന് പറഞ്ഞാണ് സംസാരിക്കുന്നത്. അപ്പോൾ അതൊരു പേര് പോലായി. അത് എനിക്ക് കിട്ടിയൊരു ഭാഗ്യമായിട്ട് ഞാൻ വിചാരിക്കുന്നു. ബ്രദർ എന്നല്ലേ വിളിക്കുന്നത്. അതെ അതെ അതെ. ലാലേട്ട ഇപ്പം നാർക്കോട്ടിക് ഇസ് എ ഡേർട്ടി ബിസിനസ്, ലാലേട്ടൻ്റെ തന്നെ സിനിമയിൽ ലാലേട്ടൻ തന്നെ പറഞ്ഞ ഡയലോഗാണ് അത്. ഇപ്പം ഇപ്പോഴത്തെ പ്രധാനമായി നടക്കുന്ന ലഹരി വിരുദ്ധ ക്യാമ്പയിനിൽ ഏറ്റെടുത്ത് കഴിഞ്ഞു. അത്രയും വലിയ പ്രധാനപ്പെട്ട ഒരു ക്യാമ്പയിൻ്റെ ഭാഗമായി ആ ഡയലോഗ് എന്നുള്ളതാണ്. അപ്പം അതിലൂടെ ഒരു സാമൂഹിക പ്രതിബദ്ധതയുള്ള കാര്യത്തിലോട്ട് ലാലേട്ടനും എത്തുവാണ്, ലാലേട്ടനും അതിൻ്റെ ഭാഗമായിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഡയലോഗ് സിനിമയിൽ കൂടെ തന്നെ ഇതിൻ്റെ ഒരു ഭാഗമാകാൻ കഴിഞ്ഞതിന് ലാലേട്ടന് മാത്രം സന്തോഷമുണ്ട്. വലിയ സന്തോഷമല്ല. നമ്മൾ വളരെ കാലം മുമ്പ് ഞാനൊരു സിനിമ ചെയ്തിട്ടുണ്ട്. എൻ്റെ പേര് സീസൺ എന്നാണ്. അപ്പോൾ അതിൽ ആ സീസണിൽ അഭിനയിച്ച ആളുടെ ഒരു പ്രഡിക്ഷനുണ്ട്, കോവളം ഇത് ഒരു കുറച്ച് കാലം കഴിയുമ്പോൾ ഏറ്റവും വലിയ ലഹരിയുടെ സ്ഥലമായിട്ട് മാറും. പിന്നെ അന്ന് അതുപോലെ സംഭവിച്ചു. അതുപോലെ ഈ നമ്മൾ പല സിനിമകളിലൂടെയും ഇത് വേണ്ടാന്ന് പറയുന്നത് പല രീതിയിലുള്ള മെസ്സേജുകളാണ് നമ്മൾ കൊടുക്കുന്നത്. കാര്യം നമ്മുടെ യൂത്തിനെ മുഴുവൻ ഇല്ലാതാക്കി മാറ്റുന്ന ഒരു കാര്യമായിട്ടാണ് വരുന്നത്. നമ്മളതിനെ ഒരുപാട് അതിന് എഗൻസ്റ്റ് ആയിട്ടുള്ള ക്യാമ്പയിൻ ചെയ്യുന്നുണ്ട്. നമ്മൾ ഗവൺമെൻറ്റുമായിട്ടും പോലീസും എക്സൈസും സ്കൂളുകളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട്. പിന്നെ അങ്ങനെ ഒരു ഭാഗ്യം, അതും അങ്ങനെ ഒരു ഡയലോഗ് വന്നില്ല അങ്ങനെ പറയാൻ പറ്റില്ല. അപ്പോൾ പല സിനിമകളിലെ ടാഗ്ലൈനിലെ ഡയലോഗ്സ് ഉള്ളതുപോലെ ഇതിനോട് വളരെ ആപ്റ്റായിട്ട് അങ്ങനെ ഒരു ഡയലോഗും കിട്ടി, നർക്കോട്ടിക്സ് ഇസ് എ ഡേർട്ടി ബിസിനസ് എന്നുള്ളത്. അതിപ്പം പല ആൾക്കാർ പറഞ്ഞു തുടങ്ങി, വലിയ ബോർഡായിട്ട് മാറി. അത് ശരിക്കും ഒരു ഡേർട്ടി ബിസിനസ്സാണ്. ആ സിനിമയിൽ ആ കഥാപാത്രവും ബാക്കി എന്ത് ചെയ്താലും ഞാനത് ചെയ്യില്ല എന്ന് പറഞ്ഞിട്ട്, അപ്പം ആ കഥാപാത്രത്തിനെ ഇഷ്ടപ്പെടുന്നവർക്ക് അയാളുടെ ഒരു ഡിസിഷനിലേക്ക് താല്പര്യം ഉണ്ടാകും. അത് നമ്മളെ കുട്ടികളിലേക്ക് എത്തിക്കണം, മാതാപിതാക്കളിലേക്ക് എത്തിക്കണം. അത് വളരെ ഒരു എന്താ പറയുന്ന ഒരു വിഷ്യസ് സർക്കിളാണ്. അതിൽ നിന്ന് രക്ഷപ്പെടാൻ യുവത്വം ശ്രമിക്കണം. അതിന് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. എനിക്കല്ല, എല്ലാവർക്കും പറ്റും. എല്ലാവരും അതിൻ്റെ മുന്നോട്ട് വരണം എന്ന് തന്നെയാണ് അഭിപ്രായം.
തീർച്ചയായും. ലാലേട്ടാ, ഇപ്പം ലാലേട്ടൻ ഹൃദയത്തിൽ നിന്ന് ഹൃദയപൂർവ്വം ഇച്ചാക്ക എന്ന് വിളിക്കുന്ന നമ്മുടെ സ്വന്തം മമ്മൂക്ക. അദ്ദേഹം കുറച്ച് നാൾ നമ്മളിൽ നിന്നൊന്ന് വിട്ടുനിന്നു. പക്ഷേ എനിക്കറിയാം ലാലേട്ടൻ ശബരിമല ഇപ്പോൾ ലാലേട്ടൻ ഒരിക്കലും ആഗ്രഹിച്ച കാര്യമില്ല. എന്നാൽ പോലും ലാലേട്ടൻ ശബരിമലയിലടക്കം പോയ സമയത്ത് അദ്ദേഹത്തിന് വേണ്ടി വഴിപാടുകൾ കഴിച്ചു. അതൊക്കെ മലയാളികൾ കണ്ടത് നിങ്ങൾ രണ്ടാളും തമ്മിലൊരു സ്നേഹത്തിനെയാണ്, അല്ലെങ്കിൽ ഒരുമിച്ച് പ്രവർത്തിക്കേണ്ട രണ്ടുപേര്, അല്ലെങ്കിൽ അത്രമാത്രം അടുപ്പമുള്ള രണ്ടുപേര് എങ്ങനെയായിരിക്കണം എന്ന് ഞങ്ങളെ കാണിച്ചു തന്ന ഒന്നാണ്. ഞാൻ പറഞ്ഞു ലാലേട്ടൻ കാണിച്ചു തരേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരു ഏറ്റവും അടുത്ത ഒരാളിന് വേണ്ടി പ്രാർത്ഥിക്കുന്നതിൽ എന്താ കുഴപ്പം? അപ്പോൾ അതിനെ തെറ്റിദ്ധരിക്കുക എന്ന് പറയുന്നതിലാണ് സങ്കടം, അല്ലേ? ഒരുപാട് പേര് അതിനെ തെറ്റിദ്ധരിക്കാൻ സാഹചര്യം ഉണ്ടാക്കി. അതിൻ്റെ ഒന്നും കാര്യമില്ല. അങ്ങനെ ഒരാളെ സ്നേഹിക്കാനോ അല്ലെങ്കിൽ ഒരാൾക്ക് വേണ്ടിയിട്ട് ഒരു കാര്യം പറയാനോ ചിന്തിക്കാനോ ഒക്കെ അതിൽ റിലീജിയനോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ലല്ലോ. സിനിമയിൽ അങ്ങനെയൊന്നും ഇല്ലല്ലോ. ഒരു കഥാപാത്രം നമ്മുടെ അദ്ദേഹത്തിൻ്റെ റിലീജിയൻ നോക്കിയാണ് അഭിനയിക്കുന്നത്, ഇതൊന്നുമല്ലല്ലോ. അപ്പോൾ എന്തായാലും വളരെയധികം സന്തോഷം. അദ്ദേഹമായിട്ട് ഞാൻ സംസാരിക്കാറുണ്ട്. ഒരു സംശയം ആയിരുന്നു, അതെന്നൊക്കെ അത് മാറി, ഒരു കാർമേഹം മാറിയ പോലെ വളരെ സന്തോഷവാനായിട്ട് വന്നിട്ട് ഞങ്ങളുടെ കൂടെ തന്നെയാണ് അഭിനയിക്കേണ്ടതും. അദ്ദേഹം ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സിനിമയുടെ കുറച്ച് പോർഷൻസ് ഞങ്ങൾ ഒരുമിച്ച് ചെയ്യാനുണ്ട്. അതിനുവേണ്ടി ഞാൻ കാത്തിരിക്കുകയാണ്. അതെ, ഇപ്പോൾ ഇന്നലെ ഒരു FB പോസ്റ്റ് ഇട്ടു, അതിലൊന്നും പറയുന്നില്ല, ഒരു ഉമ്മ കൊടുക്കുന്ന ചിത്രമാണ്, അതിലെല്ലാം ഉണ്ട് അല്ലേ ലാലേട്ടാ? വളരെ സന്തോഷം. ഈശ്വരനോട് എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്നു. ആ പ്രാർത്ഥന കേട്ടതിൽ ഞാനല്ല, എത്രയോ ലക്ഷക്കണക്കിന് ആൾക്കാർ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനൊരു ശക്തിയുണ്ട്. ആ ശക്തി തന്നെയാണ് അതിൽ പ്രവർത്തിക്കുന്നത്. ഞാൻ പറയുന്ന വേറെ വലിയൊരു ഡോക്ടർ മുകളിലുണ്ട്. ആ ഡോക്ടറുടെ ഡിസിഷനാണ്. തീർച്ചയായും ലാലേട്ട. അതേപോലെ ഇപ്പോൾ ലാലേട്ടൻ ഹൃദയത്തിലേറ്റിയ ഒരാളാണ് എൻ്റെ അറിവിൽ, എനിക്കറിയാവുന്ന കുറച്ച് ചെറിയ അറിവിൽ ആൻ്റണി പെരുമ്പാവൂർ. ആൻ്റണി ചേട്ടനുമായിട്ടുള്ള ഒരു സൗഹൃദം എങ്ങനെയല്ല, ചുരുക്കി പറഞ്ഞാൽ, വളരെ 2 വാക്കിൽ പറഞ്ഞു. അങ്ങനെ ചുരുക്കി പറയാൻ പറ്റില്ലല്ലോ. എത്രയോ 38 വർഷമായിട്ടുള്ള പരിചയമല്ലേ. എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന ഒരാളാണ്. എൻ്റെ പ്രൊഡക്ഷനായാലും എൻ്റെ സിനിമയുടെയും അല്ലാതെയും പേഴ്സണലും നമ്മുടെ ഫാമിലിയായിട്ടൊക്കെ അത്രയും നമ്മുടെ ഒരു ബ്രദർ പോലെ, അല്ലെങ്കിൽ അങ്ങനെ ഒരു ബ്രദർ എന്നൊന്നും പറയാമല്ലോ, ഒരുപാട് നിർവചനങ്ങളിലൂടെ സഞ്ചരിക്കുന്ന ഒരു സ്നേഹിതനായിട്ടോ അല്ലെങ്കിൽ നമ്മുടെ ഒരു കെയർ ടേക്കറായിട്ടോ ഒരു പേരൻ്റ്, ഒരുപാട് ഫേസസ് ഉള്ളൊരു മനുഷ്യനാണ് എന്നെ സംബന്ധിച്ചോളം ആൻ്റണി. എനിക്ക് അപ്പം അങ്ങനെ ഒരാൾ വേണം. അങ്ങനെ ഒരാൾ ഉണ്ടായാലേ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നടന്നു പോവുള്ളൂ. ഒരാൾക്ക് മാത്രം ചെയ്യാവുന്ന കാര്യങ്ങളല്ല, ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്. സിനിമയിൽ അഭിനയിക്കുക അല്ലെങ്കിൽ ഒരു ആക്ടർ എന്നൊക്കെ പറയുന്ന എളുപ്പമുള്ള കാര്യമായിരിക്കാം, പക്ഷെ അതിനെ കൊണ്ടുപോകാന്ന് പറയുന്നത് ഭയങ്കര പ്രയാസമുള്ള കാര്യമാണ്. അപ്പോൾ അതിനൊരു സിസ്റ്റം ഉണ്ടാകണം. അപ്പോൾ അതിനെ ഹെൽപ്പ് ചെയ്യാനായിട്ട് കുറേ പേരുണ്ടാവും. ആ ആൾക്കാർ നല്ലവരായിരിക്കണം, നമ്മളോട് സ്നേഹമുള്ളവരായിരിക്കണം. നമ്മളൊരു തെറ്റ് ചെയ്താലും അത് ചൂണ്ടിക്കാണിക്കുന്ന ആൾക്കാരായിരിക്കണം. അപ്പോൾ അത്തരത്തിലൊരാളായിട്ടാണ് ഞാൻ ആൻ്റണിയെ കാണുന്നത്. ലാലേട്ടാ, ഇപ്പം എല്ലാവരും കാത്തിരിക്കുന്ന, ഇപ്പോൾ ഹൃദയപൂർവ്വം ഓണത്തിന് വരും, അതിനുശേഷം എല്ലാവരും കാത്തിരിക്കുന്ന ഒരു സിനിമയുണ്ട്, ദൃശ്യം 3. ദൃശ്യം 3ൻ്റെ അപ്ഡേറ്റ് എന്താണ് ലാലേട്ടാ? ഇപ്പോൾ നമുക്കറിയാം മലയാളത്തിൽ കഥ കേൾക്കണം. കഥ കേൾക്കണ്ട. ദൃശ്യം 3 നമ്മൾ ഈ അടുത്ത മാസം ഒരു 18-20 ആകുമ്പോൾ തുടങ്ങും. ദൃശ്യം 3 നല്ല രസമായിട്ടുള്ള സിനിമയായിട്ട് മാറട്ടെ. കാര്യം ദൃശ്യം 1 തന്നെ ഇത്രയും വലിയൊരു സക്സസ് ആകും നമ്മൾ വിചാരിച്ചില്ല. അത് കഴിഞ്ഞ് ദൃശ്യം 2 ഉണ്ടാകുന്ന പോലും വിചാരിച്ചില്ല. കാര്യം അത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. അത് കഴിഞ്ഞ് ദൃശ്യം 3, അതും വളരെ പ്രയാസമുള്ളൊരു കാര്യമാണ്. ആ സിനിമയും നന്നായിട്ട് പോയാൽ നമുക്ക് ദൃശ്യം 4 കഴിയാം. ദൃശ്യം 4 ഉണ്ടാവും, അറിയില്ല. ഇതെല്ലാം ഒരു സിനിമയുടെ സക്സസ് അനുസരിച്ചല്ലേ അടുത്തേക്ക് പോകുന്നത്. ശരി ലാലേട്ടാ, ഇപ്പം തുടരും സിനിമയിൽ അതിലൊരു പറയുന്നൊരു ഡയലോഗ് ഉണ്ട്, നിങ്ങൾ കയറി മുണ്ട് മടക്കി കുത്തി മീശ വിരിച്ച് കയറി ചെന്ന് കൂമ്പിടിച്ചങ്ങ് കലക്ക് എന്ന് പറയുന്നൊരു ഡയലോഗ് ഉണ്ട്. അതേപോലെ അതിലൊരു ഡയലോഗ് ഉണ്ട്. ഞാൻ പറയുന്നോ? അല്ല, ലാലേട്ടനോട് ഒരു ഓട്ടോ ഡ്രൈവർ പറയുന്നൊരു ലാലേട്ടൻ മറന്നുപോയോ? അപ്പൊ അതേപോലെ മുണ്ട് മടക്കി കുത്തി മീശ പിരിച്ച് എന്നാണ് ഞങ്ങൾ ലാലേട്ടനെ കാണുക. അത് എത്രയോ സിനിമകളുണ്ട്, പഴയ സിനിമകൾ തന്നെ എടുത്ത് കണ്ടാൽ പോലെ. അല്ല, വീണ്ടും കാണുക. അതറിയില്ല, അങ്ങനെ കഥാപാത്രം വരട്ടെ, നമുക്ക് ചെയ്യാം. ഓക്കെ ലാലേട്ടാ, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഈ കേരളക്കരയുടെ അഭിമാനമാണ് ഈ മീശ, ഒന്ന് പിരിക്കാവോ? ഇപ്പം തൽക്കാലം അങ്ങനെ ഇരിക്കട്ടെ, അത് പിരിക്കേണ്ട സമയത്ത് പിരിക്കാം. ഓക്കെ, അപ്പോൾ ലാലേട്ടാ ഒരുപാട് സന്തോഷം ഞങ്ങൾക്കൊപ്പം ഈ ഒരു സമയം ഇത്ര നേരം ചെലവഴിച്ചതിന്. ഒരുപാട് സന്തോഷം. വൺസ് അഗെയിൻ ഒരു ഹാപ്പി ഓണം എല്ലാവർക്കും. ന്യൂസ് 18 എല്ലാ പ്രേക്ഷകർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയുന്നു. ഹാപ്പി ഓണം ടു ഓൾ.
ഓണത്തിന് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ കേൾക്കാൻ ആഗ്രഹിച്ച ശബ്ദം, കാണാൻ ആഗ്രഹിച്ച മുഖമാണ് പ്രിയപ്പെട്ട പ്രേക്ഷകർക്കായി നൽകുന്ന ഓണസമ്മാനം. നമ്മുടെ പ്രിയപ്പെട്ട ലാലേട്ടൻ ഒരിക്കൽ കൂടി ഹൃദയത്തിൽ നിന്ന് ഹാപ്പി ഓണം. താങ്ക് യു.